വരാനിരിക്കുന്ന സിവിൽ സപ്ലൈസ് പരീക്ഷയിൽ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം തല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പ് കൂടിയ ഭാഗം പല്ലിൻ്റെ ഇനാമൽ. ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദനം എത്രയാണ്? 72. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ്? ഹൃദയം. മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. ഊർജത്തിൻ്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATP. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഏതാണ്? കരൾ. നമ്മുടെ ഭക്ഷണത്തിലൂടെയും രക്തത്തിലൂടെയും വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളുടെയും ഘടകങ്ങളുടെയും അപരനാമങ്ങളാണ് അടുത്തതായി നോക്കുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. ജീവൻ്റെ നദി രക്തം. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണ്. ആത്മാവിലേക്കുള്ള ജാലകം കണ്ണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്ക. RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ. RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ. ബയോളജിക്കൽ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. ബയോളജിക്കൽ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB രക്തഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O രക്തഗ്രൂപ്പ്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിൻ. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലം. പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഇത്രയാണ് അപരനാമങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അടുത്തത് ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. വൃക്കകൾ, കരൾ എന്നിവ കൂടാതെ വിസർജ്യ പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു അവയവമാണ് ത്വക്ക്. ത്വക്കിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? ശരീര ഊഷ്മാവ് നിലനിർത്തുക. ത്വക്കിൻ്റെ പ്രധാന ധർമ്മം ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവ്യമാണ് സേബം. ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവ്യമാണ് സേബം. മെലാനിൻ്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. മെലാനിൻ്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ത്വക്കിനുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? എക്സിമ, സോറിയാസിസ്. ത്വക്കിനുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് എക്സിമ, സോറിയാസിസ്. മനുഷ്യ ശരീരത്തിലെ ത്വക്കിൻ്റെ ആകെ ഭാരം 10.9 കിലോഗ്രാം. മനുഷ്യ ശരീരത്തിലെ ത്വക്കിൻ്റെ ആകെ ഭാരം 10.9 കിലോഗ്രാം. ജീവകൺ D നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ത്വക്കിൽ. ജീവകൺ D നിർമ്മിക്കപ്പെടുന്നത് ത്വക്കിൽ.
ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോബിൻ.